അപ്പോൾ ഞാൻ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കാരണം ഞാൻ ഈ സമവായം ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു എന്തായാലും ഞാൻ ഈ കുർബാന ചൊല്ലില്ല. പക്ഷെ അതിൻ്റെ പേരിൽ ഇടവകയിൽ ഒരു ഭിന്നിപ്പുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഇടവകയിൽ ഭിന്നിപ്പുണ്ടാവാൻ പാടില്ല. അപ്പം ഞാൻ ഇത് ഇവിടെ നടപ്പാക്കിയ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഒരാളും എന്നോട് ഈ ഇടവകയിൽ ഒരാൾ പോലും ചോദിച്ചിട്ടില്ല. പക്ഷേ ജൂലൈ മാസം 13-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഇടവകയിൽപ്പെടുന്ന ഒരാൾ ഈ താരാവിയോ കുർബാന ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ നടത്തിയാൽ ഞാൻ വരും. അയാൾ ഒരിക്കലും നടപ്പാക്കണം അല്ലെങ്കിൽ ഞങ്ങൾ തല്ലും ബഹറുണ്ടാക്കും അടിയുണ്ടാക്കും എന്നൊന്നും പറഞ്ഞില്ല. നടത്തിലാക്കിയാൽ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും തീരുമാനം ഉണ്ടാക്കാം. എന്നിട്ട് ഞാൻ 2 മാസം ഞാൻ ഈ തീരുമാനം നേരത്തെ എടുക്കാം. കാരണം അങ്ങനെ ഒരാൾ വന്നാൽ അല്ലെങ്കിൽ 1, 2 അല്ലെങ്കിൽ ആളോ ആവശ്യപ്പെട്ടാൽ ഞാൻ പിൻവാങ്ങും എന്നാണ് ഞാൻ തീരുമാനിച്ചത്. കാരണം ഞാൻ ചൊല്ലാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിന്നാൽ ഇവിടെ അടിയുണ്ടാവും, ഇവിടെ ബഹറുണ്ടാവും, ഭിന്നിപ്പുണ്ടാവും. അത് ഞാൻ സമ്മതിക്കില്ല. അത്രയും അപ്രസക്തമായ കാര്യമാണ്. പൗരോഹിത്യമല്ല, ഞാൻ പൗരോഹിത്യം ഉപേക്ഷിച്ചിട്ടില്ല. പൗരോഹിത്യ ധർമ്മങ്ങൾ, പൗരോഹിത്യത്തിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ഏറ്റവും വലിയ ഉത്തരവാദിത്തം പൗരോഹിത്യത്തിൻ്റെ കൂദാശകൾ അനുഷ്ഠിക്കുക എന്ന് പറയുന്ന കാര്യത്തിലാണ്. കൂദാശകൾ നേതൃത്വം, കുർബാന, കുമ്പസാരിപ്പിക്കുക അല്ലല്ല. കുർബാന അതായത് അച്ഛനാവുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹത്തിന്: കുർബാനയും കുമ്പസാരവും. ബാക്കിയെല്ലാം ചിലപ്പോൾ ഡീക്കന്മാർക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇത് വൈദികന് മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പം ഞാൻ ബിഷപ്പ് പാംബ്ലാനിക്ക് കുര്യാക്കോസ് മുണ്ടാളൻ അച്ഛനാണ് ഞാൻ എഴുത്ത് കൊടുത്തിരിക്കുന്നത്. കുര്യാക്കോസ് മുണ്ടാളൻ അച്ഛൻ വഴി വൈദിക സമിതി സെക്രട്ടറി അച്ഛൻ വഴി ഞാൻ എഴുത്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരാൾ ആവശ്യപ്പെട്ടു, ഞാൻ ഒരുക്കമല്ല. പക്ഷെ അതിൻ്റെ പേരിൽ ഇവിടെ ഭിന്നിപ്പുണ്ടാവാൻ ഞാൻ ഒരുക്കമല്ല. അതുകൊണ്ട് ജനാഭിമുഖ കുർബാന ഒരു ലിറ്റർജിക്കൽ വേരിയൻ്റായി, അതാണ് എറണാകുളം രൂപത ഇപ്പം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം, ഒരു അവകാശമായി ഇവിടെ അംഗീകരിക്കണം. കാരണം ഇത്രയും സമരങ്ങളും ജനങ്ങളുടെ എത്രമാത്രം സമയവും പണവും നമ്മൾ അതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അംഗീകരിക്കണം എന്നുള്ളതാണ്. അപ്പം എൻ്റെ ആവശ്യം ലിറ്റർജിക്കൽ വേരിയൻ്റായിട്ട് എന്നാണോ ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഞാൻ എൻ്റെ രാജി പിൻവലിക്കണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കും. പദവിയിൽ നിന്ന്, അതായത് വൈദിക വൃത്തി ഉപേക്ഷിക്കല്ല, വൈദിക വൃത്തിയുടെ ഉത്തരവാദിത്തങ്ങൾ. ഇപ്പോൾ ഇടവകയിലെ ഭീകാരിയായിട്ടിരിക്കണം, കുർബാന ചൊല്ലണം, അങ്ങനത്തെ ചുമതലകൾ ഞാൻ എടുക്കില്ല. കാരണം അങ്ങനെ എടുത്താൽ ഞാൻ ഇടവകയിൽ ചെല്ലുമ്പോൾ ഞാൻ ഈ കുർബാന ചൊല്ലില്ല എന്ന് പറഞ്ഞാൽ അവിടെ ബഹളുണ്ടാവും, അടിയുണ്ടാവും. ഇടവക വികാരിയുടെ സ്ഥാനം രാജിവെച്ചു. അല്ല, ആ ജനാധിപത്യം ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ പിൻവാങ്ങാൻ തീരുമാനിച്ചത്. അതൊരു ജനാധിപത്യമില്ലേ? ആ ജനാധിപത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസാക്ഷി അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് അവകാശമുണ്ടല്ലോ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. എൻ്റെ മനസാക്ഷി അനുസരിച്ച് എനിക്ക് ജീവിക്കാൻ. ഞാൻ ഓരോ അടുത്തും പോയി ഒരു മെത്രാനെ വെല്ലുവിളിക്കാനോ ഒരു അച്ഛനെതിരെ സംസാരിക്കാനോ ഒരു ജനങ്ങൾക്കെതിരെ പറയാനോ പോകണില്ല. ഞാൻ എന്താ ചെയ്തത്? ഞാൻ തൽക്കാലം ഇതിനില്ല. ലിറ്റർജിക്കൽ വേരിയൻ്റ് എന്നുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു ആവശ്യമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇതൊരു ആവശ്യമാണ്. ഇതിനുവേണ്ടി വൈദികർ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും വേണം അതിനുവേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇവിടുത്തെ ഒരു ആവശ്യമല്ലാതായി മാറിയിട്ടില്ല. ഞാൻ അതിൻ്റെ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് നടക്കുമെന്നാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. കാരണം വൈദികരും കന്യാസികളും ജനങ്ങളും ഇപ്പം ഇന്ന് തന്നെ ഞാനിത് പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ ഇതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഈ ഇടവകയിൽ ഇവിടെ ജനാഭിമുഖ കുർബാന മാത്രമേ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്ന ജനങ്ങളുണ്ട്. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു അത് പറ്റില്ല, നമ്മളൊരു സമവായം ഉണ്ടാക്കിയാൽ മതി. കുർബാന വിഷയത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു തല്ലും വഴക്കുണ്ടാവരുത്. അതുണ്ടാവണമെന്നാണ് ചില ആളുകൾ ആഗ്രഹിക്കുന്നത്. ഈ ഇടവകയിൽ ഈ പറയുന്ന ബഹളം ഉണ്ടാവണം, തല്ലും ബഹളം ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങൾ വഴിവെച്ച് കൊടുക്കരുത്.